ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. അപ്പോൾ മക്കളെ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? നമുക്ക് പറയാം, അവധിക്കാലമൊക്കെ കഴിഞ്ഞ് ജൂണിൽ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മക്കൾ ഇതാ 5ാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മൾ LP വിഭാഗത്തിൽ നിന്ന് UPയിലേക്ക് കടക്കുകയാണ് അല്ലേ? അങ്ങനെ UPയിലേക്ക് മാറുന്ന സമയത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് അവിടെ മക്കളെ കാത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ കാര്യം നോക്കാം. 4ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്? നമുക്കറിയാം, അവിടെ നമുക്ക് മലയാളം ഉണ്ടായിരുന്നു, മാത്സ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ EVS ഉണ്ടായിരുന്നു അല്ലേ? ഇനി 5ാം ക്ലാസ്സിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ സിലബസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത്, സബ്ജക്റ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് മക്കൾക്ക് മനസ്സിലാവും, ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും അവിടെയും നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ നമ്മുടെ മലയാളം നമ്മൾ നോക്കുകയാണെങ്കിൽ 4ാം ക്ലാസ്സിൽ നമ്മൾ ഒരു വിഷയമായിട്ടാണ് പഠിച്ചത് അല്ലേ? പക്ഷേ 5ാം ക്ലാസ്സിൽ അത് നമുക്ക് 2 വിഷയങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യാനുണ്ട്, പഠിച്ചെടുക്കാനായിട്ടുണ്ട്. ഇനി നമ്മുടെ EVS എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് 5ാം ക്ലാസ്സിൽ ഉണ്ടാവില്ല. അതിന് പകരമായിട്ട് പുതിയ 2 സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് നമ്മുടെ ബേസിക് സയൻസ് ആണ്, മറ്റൊന്ന് നമ്മുടെ സോഷ്യൽ സയൻസ് ആണ്. ഇപ്പം തന്നെ നമുക്കറിയാം അല്ലേ, കുറേ സബ്ജക്റ്റുകളൊക്കെ പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ പുതിയൊരു ലാംഗ്വേജ് കൂടെ മക്കൾ ഇതാ പഠിച്ചു തുടങ്ങുവാണ്. യെസ്, നമ്മുടെ ഹിന്ദി നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ 5ാം ക്ലാസ്സിലാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോഴേക്കും ഇത്രയധികം ചേഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഈ സിലബസ് നോക്കുന്ന സമയത്ത് ഒരുപാട് പുതിയ കോൺസെപ്റ്റുകൾ ഓരോ സബ്ജക്റ്റുകളിലായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള വർഷങ്ങളിലേക്കുള്ള ഒരു ബേസിക്സ് നമുക്ക് കിട്ടുന്നുള്ളൂ അല്ലേ? അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ അതിന് വേണ്ട ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ലേ? അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇയർ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. മക്കൾ ആലോചിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്? അപ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ പൃഥ്വി ബാച്ച് തയ്യാറായിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി പൃഥ്വി ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ അറിയായിരിക്കും അല്ലേ? അവിടെ നമ്മൾ ഇതാ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും നൽകുന്നുണ്ട്. ഇനി ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് യൂണിറ്റ് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനും ലൈവായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ഏറ്റവും അവസാനമുള്ള നമ്മുടെ ആനുവൽ എക്സാം ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാ മോഡൽ എക്സാമിനേഷൻസും നമ്മുടെ പൃഥ്വി ബാച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെയൊക്കെ ആൻസർ കീ ഡിസ്കഷൻസും നമുക്ക് ഉണ്ടായിരിക്കും. ഇനി ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രത്യേകതയാണ്, യെസ്, നമ്മുടെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും നമ്മൾ ഒരുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള നമ്മുടെ പൃഥ്വി ബാച്ചിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ അഡ്മിഷൻ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 5ാം ക്ലാസ്സിലേക്ക് വേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ബാച്ചിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിയണോ ആ കാര്യങ്ങളെല്ലാം തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഓരോരോ ചാപ്റ്റേഴ്സിലേക്കായിട്ട് കടക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ പൃഥ്വി ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തുക. അടിപൊളിയായിട്ട് 5ാം ക്ലാസ് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ പൃഥ്വി ബാച്ചിൽ കാണാം. ബൈ.